ചൂടുള്ള വാർത്ത, സിറ്റിസനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കൊടി പിടിക്കുന്നവനും കൊല ചെയ്യുന്നവനൊക്കെ ഗവൺമെന്റ് സുരക്ഷയാ, കണ്ടില്ലേ? ദൈവത്തിന് സാക്ഷി നിർത്തി ഞാൻ പറയുന്നതെല്ലാം സത്യം, സത്യമല്ലാതെ മറ്റൊന്നും പറയില്ല. പറയൂ, എന്തിനാ സത്യമാകുന്നത്? മൈ ലോർഡ്, സത്യം ചെയ്യുന്നത് എന്തിനാണെന്നറിയാത്ത ഇയാൾക്ക് നിയമകർത്താക്കൾ മെഡൽ കൊടുത്തല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ആശ്ചര്യം തോന്നുന്നു. എനിക്ക് സ്വർണ്ണ മെഡൽ സമ്മാനിച്ചയാളെ വെടിയെന്നാണോ പറഞ്ഞു വരുന്നത്? അനാവശ്യമായി സംസാരിച്ച കോടതിയുടെ സമയം കളയരുത്. ലോകരാജ്യങ്ങളിലെ നീതി വ്യവസ്ഥയിൽ ഈ നിയമപുസ്തകത്തിൽ തൊട്ട് സത്യം ചെയ്തിരിക്കണം. സത്യം ചെയ്യുന്നവർ ഈശ്വരനെ ഭയന്ന് മനസാക്ഷിയെ ഭയന്ന് സത്യം പറയുമെന്നുള്ളതാണ്. അതാണ് വിശ്വാസം. എന്നാൽ നിങ്ങളത് ചെയ്യുന്നില്ല. മൈ ലോർഡ്, ഇത് കോടതിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. മൈ ലോർഡ്, നമ്മുടെ നാട്ടിലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയക്കാരും അധികാരികളും നാടിനും ജനങ്ങൾക്കും നന്മ മാത്രം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് പദവിയിലേക്ക് വരുന്നത്. അങ്ങനെ സത്യം ചെയ്ത് കയറുന്നവരൊക്കെ എല്ലാം ചെയ്യാറുണ്ടോ? ഇല്ല. സത്യത്തിന് ഒരു വിലയില്ലാത്ത ഈ നാട്ടില് കൂട്ടിൽ നിൽക്കുന്ന എന്നോട് സത്യം പറയാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് എന്തിനാണ് ചോദിച്ചത്. അപ്പോ സത്യമേ ചെയ്യിക്കരുതെന്നാണോ? ഇപ്പം ഞാൻ സത്യം ചെയ്തിട്ട് തെറ്റൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഇവിടുന്ന് വെറുതെ വിടുവോ? അതെങ്ങനെയാ താങ്കളെ വെറുതെ വിടുന്നത്? അപ്പം പിന്നെ എന്തിനാ എന്നോട് സത്യം ചെയ്യാൻ പറഞ്ഞ് വെറുതെ സമയം വേസ്റ്റ് ആക്കുന്നത്? മിസ്റ്റർ സിറ്റിസൺ, കോടതിയുടെ നിയമങ്ങളും ചട്ടങ്ങളും മാറ്റാൻ കഴിയില്ലെന്ന് നിയമം പഠിച്ച നിങ്ങൾക്ക് അറിയില്ലെന്നുണ്ടോ? അറിയാം മൈ ലോർഡ്, നിയമം ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ശ്രമിച്ചു നോക്കിയാൽ മനുഷ്യന്മാരെ വേണമെങ്കിൽ മാറ്റാൻ പറ്റും, നേതാക്കന്മാരെ മാറ്റാൻ പറ്റില്ല. പരിശ്രമിച്ചാൽ ജനങ്ങളുടെ തലയിലെഴുത്ത് മാറ്റാൻ പറ്റും. ജനങ്ങളുടെ തലയിലെഴുത്ത് കുറ്റവാളി കൂട്ടിൽ നിൽക്കുന്ന നിങ്ങൾ മാറ്റുമെന്നാണോ? എന്നെക്കൊണ്ട് മാറ്റാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. മിസ്റ്റർ സിറ്റിസൺ, നിങ്ങൾ അറിവാനന്ദമാണോ ആന്റണിയാണോ അബ്ദുള്ളയാണോ? ഐ മീൻ, നിങ്ങൾ ഹിന്ദുവാണോ ക്രിസ്ത്യനാണോ മുസ്ലിമാണോ? ഉത്തരം പറയും. എല്ലാ മതങ്ങൾക്കും സ്വന്തക്കാരാണെന്ന് എന്നെക്കുറിച്ച് അറിയാവുന്നവരെല്ലാവരും പറയും, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ എന്താ പറയാൻ പോകുന്നേ? സിറ്റിസൺ, ജാതി മതം ഭാഷ എന്നീ വേർപാടില്ലാതെ സാധാരണ ഒരു ഇന്ത്യൻ പൗരൻ. ഒരു സാധാരണ പൗരനല്ല. സത്യം, നീതി, നിർവഹണം എന്നീ 3 മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരെ തട്ടിക്കൊണ്ടുപോയ കുറ്റവാളിയായ പൗരൻ. പറഞ്ഞോളൂ, എന്തിനാ അവരെ തട്ടിക്കൊണ്ടുപോയത്? അവരെ തട്ടിക്കൊണ്ടുപോയതല്ലേ ഈ പ്രശ്നം നാട്ടിൽ ഇത്ര രൂക്ഷമായത്? പോലീസും CBIയും വലവീശി അന്വേഷിച്ചല്ലോ. CBIക്കും പോലീസിനും വേറെ ജോലിയില്ലെന്ന് വിചാരിച്ചു? രാഷ്ട്രീയക്കാർക്ക് സംരക്ഷണം കൊടുക്കുന്നതും അവർ ചെയ്യുന്ന കള്ളക്കടത്ത് ചോദ്യം ചെയ്യലുമാണ് അവരുടെ ജോലിയെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഉദ്യോഗസ്ഥരെ ചവിട്ടി താഴ്ത്തി ഈ ഗവൺമെന്റിന് നാണം കെടുത്തി. ഗവൺമെന്റിനോട് നാണം കെടുത്തുന്നത് ഞാനല്ല. നിങ്ങൾ ആർക്കു വേണ്ടിയാണോ വാദിക്കുന്നത് അവരൊക്കെ അധികാരികളാണ്. മൈ ലോർഡ്, ഒരു ജില്ലയുടെ തന്നെ ഭരണകർത്താവായ കളക്ടർ, ഒരു സംസ്ഥാനത്തിലെ തന്നെ ജനങ്ങളുടെ സംരക്ഷണ ചുമതല ഉണ്ടായിരുന്ന പോലീസ് അധികാരി, ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ്, അവർക്ക് 3 പേർക്കും സർക്കാരിനെ വഞ്ചിക്കേണ്ട ആവശ്യമേ ഇല്ല. ആവശ്യമില്ലാതെ നാട്ടുകാർക്കിടയിൽ കിംവദന്തികൾ പരത്തുന്നതും എന്റെ ജോലിയല്ല. അപ്പോ എന്തിനാണ് അവരെ തട്ടിക്കൊണ്ടുപോയി നാട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്? ഈ നാട്ടിൽ എത്രയോ പ്രശ്നങ്ങൾക്ക് ഉച്ചവേലി സമരം നടത്തുന്നു, നിരാഹാരം കിടക്കുന്നു. എന്തിനു വേണ്ടിയാ? അതായത് ആ പ്രശ്നങ്ങൾ സർക്കാർ മാത്രമല്ല ജനങ്ങളും അറിയണം, അതുകൊണ്ടാ. ഇതൊരു ഒറ്റയാൾ പോരാട്ടമാണ്. എന്റെ പ്രശ്നവും ജനങ്ങൾ അറിയേണ്ടതുണ്ട്. ജനങ്ങളുടെ നോട്ടം എന്റെ മേലുണ്ടാവണം. ഒതുങ്ങിപ്പോയ എന്റെ സമൂഹത്തിന്റെ അലമുറ ഈ ലോകം തന്നെ അറിയണം. അതിനുവേണ്ടി ഞാൻ അവരെ കിഡ്നാപ്പ് ചെയ്തതും കൊല്ല ചെയ്തതും. അപ്പോ കൊന്നുകളഞ്ഞല്ലേ? കൊന്നുകളഞ്ഞു. ദാറ്റ്സ് ഓൾ മൈ ലോർഡ്സ്. ഇയാളാണ് കൊലപാതകിയെന്ന് അയാൾ തന്നെ സമ്മതിച്ചു. ഇയാൾ സത്യം, നീതി, നിയമം ഇവ 3നെയും കൊല ചെയ്തിരിക്കുകയാണ്. അതിനുവേണ്ടി മതം മാറ്റം, ആൾമാറാട്ടം എന്നിങ്ങനെ കുറ്റകൃത്യങ്ങളുടെ ഒരു പട്ടിക തന്നെയുണ്ട്. ഇദ്ദേഹത്തിന് മനുഷ്യഹത്യക്ക് മാത്രമല്ല ശിക്ഷ നൽകേണ്ടത്, ഇവിടുത്തെ ക്രമസമാധാനവും ഇല്ലാതാക്കിയിരിക്കുകയാണ്. അതിനും കൂടി ചേർത്ത് ശിക്ഷ നൽകണം. ഈ കോടതി ഇദ്ദേഹത്തിന് പരമാവധി ശിക്ഷ നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്, യുവർ ഓണർ. അവനെ ഇവിടെ വെച്ച്, ഈ കോടതി വെച്ച് ഞാൻ ഇവനെ കൊല്ലാൻ സാർ. ഞങ്ങൾക്ക് വിട്ടാ സാർ, വെട്ടിക്കൊല്ലി ഞങ്ങൾ അവനെ. കൊലപാതകം ഞങ്ങൾക്ക് വിട്ടുതരൂ. കഷ്ണം കഷ്ണമാക്കി വെട്ടി. ഓർഡർ. എന്റെ ഭർത്താവിനെ
കണ്ടില്ലേ, നഷ്ടത്തിന്റെ വേദന എറിയുന്ന കൂടപ്പിറപ്പുകൾ, ഭർത്താവിന് നഷ്ടപ്പെട്ട ഭാര്യമാർ. ഇവരുടെ കണ്ണീരിന് താങ്കൾ എന്ത് മറുപടി പറയും? കമോൺ ടെൽ മീ. പറയൂ മിസ്റ്റർ സിറ്റിസൺ, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ കൊന്നത്? പറയൂ. ഇനിയും ഇങ്ങനെ മൗനം പാലിക്കുന്നത് ഈ കോടതിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. പറഞ്ഞോളൂ. മൈ ലോർഡ്, 3 നിരപരാധികളെ തട്ടിക്കൊണ്ടുപോയി കൊന്നിരിക്കുന്നു. കൂടാതെ നീതി നടപ്പാക്കുന്ന വിധികർത്താവിനെ കൊന്ന ഇദ്ദേഹത്തെ ഇനിയും ഈ കോടതിയിൽ വിചാരണ ചെയ്താൽ അത് കോടതി അപമാനിക്കും. ആരാ നിരപരാധി? ആരാ നിരപരാധി? 3 പേരെ ഞാൻ കൊല ചെയ്തു എന്ന് പറഞ്ഞ് എന്നെ പിടിക്കാൻ പോലീസ്, CBI, കമാൻഡോ എന്നിങ്ങനെ നാട് മുഴുവൻ വല വീശിയല്ലോ. 690 പേര് ജീവിച്ചിരുന്ന ഒരു ഗ്രാമം തന്നെ ഗവൺമെന്റിന്റെ നിഘണ്ടുവിൽ നിന്ന് തന്നെ കാണാതായല്ലോ. അതിനെക്കുറിച്ച് ആരെങ്കിലും ഇവിടെ ചോദിച്ചോ? എന്താ പുതിയ കഥ ഉണ്ടാക്കുകയാണോ? ഇത് കഥയല്ല, കറുത്ത ചരിത്രമാണ്. രക്തം തണുത്തുറയുന്നത് പോലെയുള്ള ഒരു അഗ്നിഹോമമാണ്. ഒരു കടലോര ഗ്രാമത്തെ സാവധാനമില്ലാതാക്കിയ അയോഗ്യതരം, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ തെമ്മാടിത്തരം. അത്തിപ്പറ്റി എന്നൊരു ഗ്രാമം ഉണ്ടായിരുന്നു. നിങ്ങളിൽ ആർക്കെങ്കിലും അതറിയാമോ? ചോദിച്ചത് കേട്ടില്ലേ? അറിയുമോ? ഇന്നും ആ ഉപ്പുകാറ്റിൽ എൻ്റെ ജനങ്ങളുടെ ഓളം ഇപ്പോഴും എനിക്ക് കേൾക്കാം. രക്തക്കറവറിന്റെ ആ മണ്ണ് കാണുമ്പോൾ നെഞ്ചു പിളർക്കുക. കന്യകയെ അകലിക കല്ലായി പോയതുപോലെ എൻ്റെ ഗ്രാമവും മണ്ണായി തീർന്നു. ഇനി ഏത് രാമം വന്നാലും ഒരു പ്രയോജനവുമില്ല. ബംഗാൾ കടലിനെ എൻ്റെ ഗ്രാമവാസികൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. വർഷം തോറും വന്നിട്ട് പോകും. അരക്കെട്ട് വരെ നിൽക്കും. 20 ദിവസം ഇറങ്ങാതെ നിൽക്കും. മൈ ലോർഡ്, ഞങ്ങളുടെ ഗ്രാമത്തെ രക്ഷിക്കണം, ഞങ്ങളുടെ ജനങ്ങളെ രക്ഷിക്കണം. ഒരൊറ്റ ചുവര് കെട്ടിത്തരാൻ മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. അത്തിപ്പെട്ടിയിലേക്ക് വെള്ളം വരുന്നത് തടയാൻ വേണ്ടിയിട്ട് ഒരു അണ കെട്ടിത്തരാൻ വേണ്ടി മാത്രമേ പറഞ്ഞുള്ളൂ. ജയിച്ചതിന് ശേഷം ഞങ്ങളുടെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കാത്ത ഞങ്ങളുടെ MLA ഞങ്ങൾക്ക് രോഷം കൊണ്ടപ്പോൾ മാത്രമാണ് വന്നത്. അയാളോടൊപ്പം മറ്റുള്ള അധികാരികളും ഉണ്ടായിരുന്നു. അണ കെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് അടിത്തറ ഇളക്കി വെച്ചാ പോയത്. അണ കെട്ടുന്നത് നോക്കി ഞങ്ങൾ കാത്തിരുന്നു. അണയും വന്നില്ല. അടിത്തറ ഇളക്കിയിട്ട് പോയ ആ അധികാരികളും വന്നില്ല. അത് താങ്ങാൻ പറ്റാതെ എൻ്റെ അപ്പൻ സുബ്രഹ്മണി നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളെയും കൂട്ടിക്കൊണ്ട് കളക്ടർ ഓഫീസിന് പഠിക്കൽ